എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്നൊരു ബിരിയാണി കഴിക്കാൻ ആഗ്രഹേ. കുക്കർ ബിരിയാണി ആക്കി തരാന്ന് പറഞ്ഞിട്ട് അത് വേണ്ട പോലും. അപ്പൊ പിന്നെ എന്ത് ചെയ്യാ? കോഴിക്കോട് ബിരിയാണി ആക്കി നോക്കാൻ വെച്ചു. അതിന്റെ മസാല ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാത്രത്തിൻ്റെ അകത്ത് മുറിച്ചു വെച്ച ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിയില, കറിവേപ്പില ഇതൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇതിനകത്തേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന പൊടി എന്ന് വെച്ചാൽ ഗരം മസാല മാത്രം കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ സെപ്പറേറ്റ് ഉള്ളി തക്കാളിയൊന്നും വഴറ്റി എടുക്കുന്നൊന്നുമില്ല. സോ അതിൻ്റെ മിക്സിങ്ങിൻ്റെ ടേസ്റ്റ് ആണ് നമുക്ക് ഈ മസാലേൻ്റെ എന്ന് പറയുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കനും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. മസാല ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് റൈസിൻ്റെ പരിപാടി നോക്കാം. അതിനായിട്ട് നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് ഞാൻ ഇതിൽ വറുത്തിട്ടാണ് ചെയ്യുന്നത്. അതായത് അരി വറുത്തിട്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. യൂഷ്വലി എനിക്ക് അങ്ങനെ ആക്കിയാൽ മാത്രമേ ഒരു അരിയെല്ലാം പൊട്ടാണ്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇതിനകത്ത് വറക്കുന്നുണ്ട്. അരിയൊക്കെ വറുത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും ആഡ് ചെയ്ത് പിന്നെ ഞാൻ ഇതിനകത്ത് കറിവേപ്പിലയും മല്ലിയിലയും ആഡ് ചെയ്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ അരച്ചു വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്ത് റൈസ് കുക്കാൻ വെക്കുന്നുണ്ടേ. മസാല നമുക്കൊരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി വരുമ്പോൾ തന്നെ ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാനൊരു 15 മിനിറ്റും കൂടി വെക്കുന്നുണ്ട്. എന്നിട്ട് മാത്രമേ ഇനി ഇതിന്റെ മേലെ നമ്മൾ റൈസ് ഇടുന്നുള്ളൂ. അപ്പൊ ഇതാ 15 മിനിറ്റും കൂടി കഴിഞ്ഞ് മസാല എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അതിന്റെ മുകളിലോട്ടേക്ക് ഞാൻ കുക്കായ റൈസ് എല്ലാം ആഡ് ചെയ്തു. ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ മല്ലിയിലയും കറിവേപ്പിലയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഈസി കോഴിക്കോട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.